അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്നത് വൻ തട്ടിപ്പെന്ന്, അതുകൊണ്ട് ആരും അയോധ്യ വിട്ടു പോകരുതെന്ന്. ആരൊക്കെയാണ് പോകാതിരിക്കേണ്ടത്? സാക്ഷാൽ ഔറംഗസീബ്, ബാബർ, അക്ബർ, ഹുമയൂൺ തുടങ്ങിയ മുഗൾ വംശത്തിൽപ്പെട്ടവരാണ് വിട്ടുപോകാതിരിക്കേണ്ടത് എന്നാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ വിട്ടുപോകരുതെന്ന് പറയുന്നത് അവരോടാരോടുമല്ല. നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി എപ്പോഴും വെറുപ്പിനും വിദ്വേഷത്തിനും വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു നറേറ്റീവാണ് പണ്ടേതോ കാലത്ത് ആരൊക്കെയോ അമ്പലങ്ങൾ കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, അതുകൊണ്ട് ഈ മുഗളന്മാർ അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരായ മുഗളന്മാരിലൂടെ ഉന്നം വെക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെയാണ്, അവർ വലിയ കുഴപ്പക്കാരാണ്, അമ്പലവിരോധികളാണ് എന്നുള്ള തരത്തിലൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴാണ് ആധുനിക കാലഘട്ടത്തിൽ ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൻ സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും പുറത്തു വരുന്നത്. 100 കോടി രൂപ മുതൽ 200 കോടി രൂപ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ചാനലുകളിലൂടെ പറയുന്നത്. ആരാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? പരമഭക്തരെന്ന് അവകാശപ്പെട്ട് ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ടവരും സർക്കാരുമൊക്കെ ചേർന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു, അവിടുത്തെ ഫണ്ട് മോഷ്ടിക്കുന്നു, അവിടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന സംവിധാനത്തിന് മൂക്കിൻ തുമ്പിന് താഴെയാണ് ഈ വൻ തട്ടിപ്പ് അരങ്ങേറിയത്. ഈ തട്ടിപ്പ് അറിഞ്ഞുടൻ തന്നെ വളരെ പെട്ടെന്ന് നടപടിയെടുത്ത സർക്കാർ എന്നൊക്കെ ചില നറേറ്റീവുകൾ വായിക്കുന്നുണ്ട്. അതൊന്നും ശരിയായ നറേറ്റീവുകളല്ല. 2024 തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളിൽ സ്ഥാപിച്ചിരുന്ന 50 ലക്ഷം രൂപയിലധികം വിലയുള്ള ബൾബുകളും ബാംബൂ ലൈറ്റുകളും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരുപാട് ലൈറ്റുകളും എല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതെല്ലാം അടിച്ചുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മഹാസംഭവമാക്കിയൊക്കെയാണല്ലോ അതിൻ്റെ പൂജയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നടന്നു. അവിടെ എയർപോർട്ടുകൾ വരുന്നു, വിമാനങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം വരിയായി ഓരോന്നോരോന്നായി അടച്ചടച്ച് പൂട്ടി അങ്ങ് പോയി. പിന്നീടാണ് ഈ ബൾബിൻ്റെ മോഷണക്കഥ വരുന്നത്. അതൊരു പരുവത്തിന് ഒതുക്കിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പിന്നെ കാണിക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ നിർബന്ധിതമായത്. കാരണം അത് UP-യിൽ വലിയ വിഷയമായി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ വലിയ മോഷണം നടക്കുന്നുവെന്നും സമ്പത്ത് കൊള്ള ചെയ്യുന്നുവെന്നും ഒക്കെ പറഞ്ഞ് അഖിലേഷ് യാദവിനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ സംഗതിയിലേക്കെല്ലാം കടന്നത്. ഇനി അതിനേക്കാൾ കൗതുകകരമായൊരു കാര്യം നമ്മുടെ അബ്ബാസ് അലി നഖ്വി എന്ന BJP നേതാവ് പറഞ്ഞത്, ഇത് വിശ്വാസികളുടെ കാര്യമാണ്, അതുകൊണ്ട് മറ്റു മതക്കാരും ഇതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിഷയമോ ഒന്നുമല്ല, ഇതാകെ അതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. അതുകൊണ്ട് അഖിലേഷ് യാദവിനെ പോലെയുള്ളവരൊന്നും എങ്ങും ബന്ധപ്പെടേണ്ട എന്നാണ് പറഞ്ഞതിനർത്ഥം. സംഗതി ഇത് ചെറിയ സംഭവമാണ്, നിസ്സാര സംഭവമാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് വിചാരിച്ചിരുന്നതെങ്കിലും ഇത് തുരന്ന് താഴേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ വളരെ വലിയ ക്രമക്കേടും കുംഭകോണവുമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. 200 കോടി രൂപയുടെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ കഥ? അതിനെക്കുറിച്ചിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ടാണ് ആരും വിട്ടുപോകരുതെന്ന് പറഞ്ഞത്. നമുക്കിത് കേട്ടാൽ തോന്നുക വിട്ടുപോകരുതെന്ന് പറഞ്ഞത് ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്ന മുഗൾ രാജാക്കന്മാരായ ഹുമയൂൺ, അക്ബർ, ബാബർ തുടങ്ങിയവരോടാണ് എന്ന് തോന്നിപ്പോകും. പിന്നെ ഔറംഗസീബ്